ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും ചെറിയവർക്കും ഏറ്റവും നിസ്സാരരായവർക്കും ഇടം നൽകുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മത്തായി സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യം. മാത്യു ചാപ്റ്റർ 2 വേഴ്സ് 6. യൂദയായിലെ ബേത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. യൂദയായിലെ ബേത്ലഹേമേ, നീ ഒട്ടും താഴെയല്ല, നീ ഒട്ടും ചെറുതല്ല. ക്രിസ്മസ് ചെറുതുകൾക്ക് വലുപ്പം നൽകിയ തിരുനാളാണ്. നിസ്സാരമെന്ന് നിസ്സാരരെന്ന് കരുതിയവർക്ക്, കരുതപ്പെട്ടവർക്ക് വില നൽകിയ തിരുനാളാണ്. ബേത്ലഹേം യൂദയായിലെ പട്ടണങ്ങളിൽ നിസ്സാരമായ ഒന്ന്. എന്നാൽ ആ ബേത്ലഹേമിലാണ് രക്ഷകൻ ജനിച്ചത്. ഇത് ബേത്ലഹേമിനെ കുറിച്ച് മാത്രമല്ല, മനുഷ്യകുലത്തെക്കുറിച്ചും അർത്ഥവത്താണ്. മനുഷ്യൻ അവൻ്റെ ഡിഗ്നിറ്റി നഷ്ടപ്പെട്ടു പോയി പാപം ചെയ്ത്. എന്നാൽ കർത്താവ് മനുഷ്യത്വത്തെ ഉയർത്തുകയാണ്. ദൈവം തന്നെ മനുഷ്യനായി. ആദ്യമായി പിറവിയുടെ സന്ദേശം ലഭിച്ചത് ഇടയന്മാർക്ക്. സമൂഹത്തിൽ അത്ര വിലയൊന്നും കൽപ്പിക്കപ്പെടാതിരുന്ന ഒരു വിഭാഗം, അവർക്ക് വില ലഭിക്കുകയാണ് കർത്താവിൻ്റെ പിറവിയോട് ബന്ധപ്പെട്ട്. എന്തിന്? കന്നുകാലി കൂട്ടങ്ങൾക്കു വരെ ഒരു വിലയുണ്ട്. അതുകൊണ്ടാണ് ഈശോയുടെ പിറവിയുടെ മൂകസാക്ഷികളായി അവരെയും ചേർത്ത് നിർത്തിയത്. നിസ്സാരമെന്ന് കരുതപ്പെട്ടവയ്ക്ക് വില നൽകുന്ന തിരുനാളാണ് ക്രിസ്മസ്. ഒരുപക്ഷെ നമ്മളും സമാനമായ ഒരു അനുഭവത്തിലൂടെയാകും കടന്നു പോകുന്നത്. വില കൽപ്പിക്കപ്പെടാതെ, കരുതപ്പെടാതെ പോകുന്ന ജന്മങ്ങളിൽ പെടുന്നതാകും നമ്മളുമൊക്കെ. കുറച്ചുകൂടെ ഒരു മതിപ്പ്, ഒരു ആദരം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും, ഒരു അംഗീകാരം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും. സാരമില്ല, അവഗണിക്കപ്പെട്ടു പോയാലും മാറ്റി നിർത്തപ്പെട്ടാലും നിസ്സാരരെന്ന് കരുതപ്പെട്ടാലും സങ്കടപ്പെടരുത്. ക്രിസ്മസ് നിന്നെയും കർത്താവ് ഉയർത്തുന്ന തിരുനാളാണെന്ന് തിരിച്ചറിയണം. ക്രിസ്മസിൽ എല്ലാവർക്കും ഇടമുണ്ട്. ക്രിസ്മസിൽ എല്ലാവർക്കും വില കർത്താവ് നൽകുന്നുണ്ട്, മൂല്യം കർത്താവ് നൽകുന്നുണ്ട്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അങ്ങേയറ്റം വിളുമ്പിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ, ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് അകലമിട്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ, തിരിച്ചറിയണേ, നിന്റെ ജീവനും ജീവിതത്തിനും വില നൽകുന്നത് ഈ ലോകത്തുള്ള ഒന്നുമല്ലെന്നും അത് കർത്താവിൻ്റെ സാന്നിധ്യമാണെന്നും തിരിച്ചറിയണം. കർത്താവ് വരുമ്പോഴാണ് ജീവിതത്തിന് മൂല്യം ലഭിക്കുന്നത്. ക്രിസ്മസ് ആണ് ബേത്ലഹേമിന് വില നൽകിയത്, ഇടയന്മാർക്ക് വില നൽകിയത്. നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വില നൽകുന്ന കരുണാമയനേ, ഞങ്ങളുടെ സൃഷ്ടാവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരാ, ഞങ്ങളുടെ പരിപാലകനെ, ഒറ്റപ്പെട്ടു പോയ നേരങ്ങളിൽ, മാറ്റി നിർത്തപ്പെട്ട നേരങ്ങളിൽ, അവഗണിക്കപ്പെട്ട നേരങ്ങളിൽ, ഞങ്ങൾക്ക് തെല്ലും വിലയില്ലെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയ നേരങ്ങളിൽ, അപകർഷതയുടെ കാണാക്കയങ്ങളിലേക്ക് ഞങ്ങൾ വീണുപോയ നേരങ്ങളിൽ, ഞങ്ങൾ അനുഭവിച്ച നിരാശയുടെ നേരങ്ങളിൽ ഞങ്ങൾ നിന്റെ സാന്നിധ്യം തേടുന്നു. ഞങ്ങൾക്ക് വില നൽകുന്ന ദൈവമേ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കട്ടെ. നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയട്ടെ, ഞങ്ങളും വിലയുള്ളവരാണെന്ന്. നിന്റെ രക്തം വിലയായി നൽകി നീ വാങ്ങിയവരാണ് ഞങ്ങളെന്ന് തിരിച്ചറിയട്ടെ. ഈ നേരത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വില ലഭിക്കാതെ പോകുന്ന, മാനിക്കപ്പെടാതെ പോകുന്ന മനുഷ്യജന്മങ്ങളെ നമുക്കൊരുമിച്ച് പ്രാർത്ഥനയാക്കാം. മനുഷ്യനാണെന്ന പരിഗണന പോലും ലഭിക്കാത്ത ഒട്ടനവധി പേർ ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമുക്കവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും പരിശ്രമങ്ങളെയും കർത്താവിന് വിട്ടുകൊടുക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം ഈ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ വിലയേറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.